എല്ലാവർക്കും ആവശ്യം ഒരു പെട്ടെന്നുള്ള കുതിച്ചാട്ടമാണ് അവരുടെ വിജയത്തിലോട്ട്. നമുക്കെല്ലാവർക്കും ഒറ്റ രാത്രി കൊണ്ട് സക്സസ് ആവണം. ദ 30-day ട്രാൻസ്ഫോർമേഷൻ, ദ ലൈറ്റ്നിങ് ബോൾട്ട് ഓഫ് ഇൻസ്പിറേഷൻ. പക്ഷെ സത്യം എന്തെന്നാൽ ഇൻറ്റൻസിറ്റി അല്ല, കൺസിസ്റ്റൻസിയാണ് മാറ്റർ ചെയ്യുന്ന കാര്യം. നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു പുതിയ പ്രൊജക്റ്റ്, ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് 100% എനർജിയോടുകൂടി. പക്ഷെ വെറും 3-7 ദിവസം കൊണ്ട് നിങ്ങൾ ബേൺ ഔട്ട് ആവും. ഇവിടെ മോട്ടിവേഷൻ അല്ല പ്രോബ്ലം, നിങ്ങൾക്കുള്ളതൊരു കൺസിസ്റ്റൻസി ഗ്യാപ്പാണ്. ആൻഡ് ഇന്ന് നമ്മൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ആളുകളും തോൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആരാണ് എന്ന് മാറ്റുന്നതിന് മുൻപേ നിങ്ങൾ ചെയ്യുന്ന കാര്യം മാറ്റുന്നത് കൊണ്ടാണ്. മോസ്റ്റ് ഓഫ് ദ ആളുകളും എനിക്ക് നല്ലൊരു ഫിസിക് ബിൽഡ് ചെയ്യണം എന്ന് പറയും, എന്നിട്ട് ജിമ്മിൽ പോകും. പിന്നെ ഒരാഴ്ച കൊണ്ട് 6 പാക്ക് കണ്ടില്ലെങ്കിൽ ദ ക്വിറ്റ്. കാരണം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ എപ്പോഴും ഒരു നല്ല ഫിസിക് ഇല്ലാത്ത, ഫിറ്റ് അല്ലാത്ത ഒരു വ്യക്തിയായാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ പ്രോസസ് ഓഫ് കാസ്റ്റിംഗ് വോട്ട്സ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ്. ഓരോ തവണ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട്, സബ് കോൺഷ്യസ് മൈൻഡിനോട് നിങ്ങളൊരു വിന്നറാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. യു ആർ ബിൽഡിംഗ് സെൽഫ് ട്രസ്റ്റ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻറ്റ് തരാൻ പോവുകയാണ്. ടു സ്റ്റോപ്പ് ട്രൈയിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. കൺസിസ്റ്റൻ്റ് ആവാനുള്ളൊരു ബ്ലൂ പ്രിൻറ്റ്. സോ ലെറ്റ്സ് ഗോ. സ്റ്റെപ്പ് 1, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചേഞ്ച് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആര് എന്നത് ചേഞ്ച് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്നത് കഷ്ടപ്പാടുള്ള കാര്യമാണ്, ഞാനൊരു അൺഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നു നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള, വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ചേഞ്ച് യുവർ ഐഡൻറ്റിറ്റി. നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആവുക. ഒരു ഹെൽത്തി പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുക. വർക്കൗട്ട് ചെയ്യുക, ഒരു ക്ലീൻ ഡയറ്റ് എടുക്കുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ ഔട്ട്കമും ചേഞ്ച് ആവും. ഇങ്ങനെ ചെയ്യുമ്പോൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഞാനൊരു ഹെൽത്തി പേഴ്സൺ ആണെന്നുള്ള ഐഡൻറ്റിറ്റി ഒരു റെസിസ്റ്റൻസ് കാണിക്കും, നിങ്ങളെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കില്ല. ഈ റെസിസ്റ്റൻസിനെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഏതൊരു കാര്യത്തിനും ഇങ്ങനെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് മോസ്റ്റ് പവർഫുൾ സ്റ്റെപ്പ് യു നീഡ് ടു ഡു. സ്റ്റെപ്പ് 2, എ 2-minute റൂൾ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി സെറ്റ് ചെയ്തു. ഇനി ഐഡൻറ്റിറ്റി നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങൾ ആ വ്യക്തിയാണെന്നുള്ളത് നിങ്ങളുടെ ആക്ഷനുകളിലൂടെ പ്രൂവ് ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യം കുറേ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു റണ്ണർ ആണെന്നുള്ള ഐഡൻറ്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ തുടക്കത്തിൽ ഒരു മാരത്തോൺ ഓടണമെന്നില്ല. ജസ്റ്റ് പുട്ട് ഓൺ യുവർ ഷൂസ് ആൻഡ് വാക്ക്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരു റീഡർ ആകണമെന്നാണെങ്കിൽ ജസ്റ്റ് റീഡ് 1 പേജ്. ദിസ് ഇസ് ദ 2-minute റൂൾ. ജസ്റ്റ് ഡു ദ ആക്ഷൻ 2 minutes. ഇവിടെ പെർഫോമൻസ് അല്ല, വി ആർ മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് ഷോയിങ് അപ്പ്. നിങ്ങൾ വിചാരിക്കും 2 minutes കൊണ്ട് എന്താവാനാണ്, പക്ഷേ നമ്മളിവിടെ കൺസിസ്റ്റൻ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ പ്രൂവ് ചെയ്യുകയാണ്. സോ ജസ്റ്റ് ബൈ ഡൂയിങ് ദ വർക്ക് ഈവൻ ഫോർ 2 minutes നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ പ്രൂവ് ചെയ്യുകയാണ്. അതുവഴി നിങ്ങൾ ആ പേഴ്സൺ ആവുകയാണ്. ഇങ്ങനെ 2 minutes സ്റ്റാർട്ട് ചെയ്ത് പതിയെ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാം. സ്റ്റെപ്പ് 3, ഡിസൈനിങ് എൻവയോൺമെൻറ്റ്. കൂടുതൽ ആളുകളും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വിൽ പവറിനെ ആശ്രയിക്കുന്നു. പക്ഷേ വിൽ പവർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സോ വിൽ പവറിനെ ഒരിക്കലും നമ്മൾ എപ്പോഴും ആശ്രയിക്കരുത്. പകരം നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ നല്ല ഹാബിറ്റിന് അനുകൂലമായൊരു എൻവയോൺമെൻറ്റും അതുപോലെ നിങ്ങളുടെ ഒഴിവാക്കേണ്ട ഹാബിറ്റിന് പ്രതികൂലമായൊരു എൻവയോൺമെൻറ്റ്, സാഹചര്യം ഒരുക്കുക. നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരിക്കലും വിൽ പവർ കൊണ്ട് ഞാൻ മൊബൈൽ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെസിസ്റ്റ് ചെയ്യരുത്. പകരം നിങ്ങളുടെ ഫോണിലെ അഡിക്റ്റഡ് ആക്കുന്ന ആപ്സ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം മൊബൈൽ വേറെ റൂമിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ക്ലോത്ത്സും വാട്ടർ ബോട്ടിലും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇങ്ങനെ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഏതൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. സ്റ്റെപ്പ് 4, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പുതിയ ഹാബിറ്റിനെ ഓൾറെഡി ഉള്ളൊരു ഹാബിറ്റുമായി സ്റ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെ എണീറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. സോ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്യാതെ അതിനെ സ്പെസിഫൈ ചെയ്യുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും. രാവിലെ എണീറ്റാൽ നമ്മളെല്ലാവരും പല്ല് തേക്കും. സോ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ ഹാബിറ്റിനെ മറ്റൊരു ഹാബിറ്റുമായി സ്റ്റാക്ക് ചെയ്യുക. ഇതുവഴി ഹാബിറ്റിനോട് കൺസിസ്റ്റൻ്റ് ആവാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനിവിടെ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആവാൻ 4 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഈ 4 സ്റ്റെപ്പുകളും ഓരോന്നും കണക്റ്റഡ് ആണ്. ഈ 4 സ്റ്റെപ്പുകളും ഒരുമിച്ച് ചെയ്യുമ്പോൾ
നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ആൻഡ് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. സോ ഇന്ന് തന്നെ നിങ്ങളൊരു ഹാബിറ്റ് ചൂസ് ചെയ്യുക. നാളെ ആവാനോ മൺഡേ ആവാനോ വെയിറ്റ് ചെയ്യേണ്ട. സോ സ്റ്റാർട്ട് ടുഡേ ആൻഡ് സ്റ്റേ സ്ട്രോങ്.